ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്. കർത്താവായ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും. നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും. മറ്റൊരു മനുഷ്യനായി മാറും. ഇവ സംഭവിക്കുമ്പോൾ യുക്തം പോലെ ചെയ്തു കൊള്ളുക. ദൈവം നിന്നോടുകൂടിയുണ്ട്. 1 സാമുവൽ 10:6-7. ഇനി എന്താണ് ചെയ്യേണ്ടത്, എന്താണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നീ വിധത്തിൽ ചിന്തിച്ച് ചഞ്ചലിക്കുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ വാക്യത്തിൽ നിർദ്ദേശം തരുന്നു. ദൈവാത്മാവിൻ്റെ പ്രേരണയ്ക്കായി സ്വയം സമർപ്പിച്ചുകൊണ്ട് യുക്തിപൂർവം ചിന്തിച്ച് യുക്തമെന്ന് ബോധ്യമാകുന്നത് തിരഞ്ഞെടുത്താൽ നാം അബദ്ധം പ്രവർത്തിക്കുവാൻ ഇടയാവുകയില്ല. ആത്മാവിനെ ഏൽപ്പിച്ചു എന്ന ഭാവത്തിൽ ചിന്താശൂന്യമായി പ്രവർത്തിക്കുന്നതും യുക്തിയും ബുദ്ധിയും മാത്രം മതിയെന്ന് കരുതി ദൈവാത്മാവിനെ അവഗണിക്കുന്നതും ശരിയല്ല. അവ ഒരുമിച്ച് പോകേണ്ടതാണ്. സാമുവൽ സൗളിനെ രാജാവായി അഭിഷേകം ചെയ്തു. കൃഷിക്കാരനായി അന്നുവരെ ജീവിച്ച സൗളിന് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നിശ്ചയമില്ലായിരുന്നു. അപ്പോൾ സാമുവൽ സൗലിനോട് പറഞ്ഞതാണ് നമ്മുടെ ധ്യാനവാക്യം. സൗലിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വരും. അപ്പോൾ യുക്തമെന്ന് തോന്നുന്നതെന്തോ അത് പ്രവർത്തിക്കുമെന്ന് പ്രവാചകൻ പറയുന്നു. വിശ്വസ്തനായി സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പുരോഹിതൻ സ്വന്തം അനുഭവം ഇപ്രകാരം വിവരിച്ചു. സെമിനറിയിൽ ചേരുവാൻ അപേക്ഷ അയച്ച ദിവസം വലിയ ചഞ്ചലിപ്പ് അനുഭവപ്പെട്ടു. തീരുമാനമെടുക്കാൻ വളരെ പ്രയാസം തോന്നി. അന്ന് 2 സ്നേഹിതരോടൊത്ത് രാത്രി 2 മണിവരെ പ്രാർത്ഥിക്കുവാനും സമയം ചിലവിട്ടു. അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ തൻ്റെ തിരഞ്ഞെടുപ്പിനെപ്പറ്റി നിശ്ചയം ലഭിച്ചിരുന്നു. ഇന്നും പതറാതെ തൻ്റെ ശുശ്രൂഷയിൽ ഏകാഗ്രതയോടുകൂടെ പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഉറച്ച തീരുമാനങ്ങൾ പരിശുദ്ധാത്മാവിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം. ആത്മാവിൻ്റെ സഹായം എപ്പോഴും ഉണ്ടായിരിക്കും. പരിശുദ്ധമ്മ ഐഎംഎസ് അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്.